Feel the freshness of bathing with DQ Golden Radiant 78 TFM Grade 1 soap. இவர்தான் சஞ்சய். சென்னை மணப்புரம் ஃபினான்ஸ் ஐடி டிபார்ட்மெண்ட்ல வேலை செய்யறாரு. பார்க்கறதுக்கு சீரியஸா இருக்கிற இவரு அக்கவுண்ட் விஷயத்துல பயங்கரமான கெட்டிக்காரர். ஸ்டில் பேச்சுலர். அதனால இவர் யாரையும் காதலிக்கலன்னு மட்டும் நீங்க நினைச்சிடக்கூடாது. ஓகே, இப்பவும் இவரு காதலிச்சுக்கிட்டே தான் இருக்காரு.
கண்ணுக்கு கலையும் இனிமைக்கு நிறவும் ஒரு போல் நானது அறிவேன் ஒரு நாளும் நானது மறை. இப்ப இன்னும் இவரை பத்தி தெரிஞ்சுக்க உங்களுக்கு கொஞ்சம் ஆவல் கூடி இருக்கும்ல. அதுக்கு நாம 2 வருஷத்துக்கு பின்னாடி போகணும். മനോഹരമായ ഈ 3 ജോഡി കാലുകളുടെ ഉടമകൾ സഞ്ജയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടേതാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ആത്മാർത്ഥത എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലായി കാണുമല്ലോ. തല്ലുകൂടാനും പാരവയ്ക്കാനും സ്നേഹിക്കാനും പരിഭവിക്കാനും അങ്ങനെ സകലതിലും ഇവർ പുലർത്തുന്ന ആത്മാർത്ഥത. നീണ്ടുമെലിഞ്ഞ ഈ കാലുകൾ സഞ്ജയുടേത്. ലോകത്തിന്റെ ഏത് കോണിലായാലും നല്ലൊരു ജോലി വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും തന്നെ തനിച്ചാക്കി കൂട്ടുകാരിവിടെ ഇരുന്ന് ആഘോഷിക്കുന്നു എന്നറിയുമ്പോൾ സഞ്ജയ് ഇവിടെ പറന്നെത്തും. ദുബായ് എന്ന ഹൈടെക് സിറ്റിയിൽ നിന്നും മാന്യമായൊരു ജോലി ഉപേക്ഷിച്ച് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി സഞ്ജയെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത നിറഞ്ഞ ഈ കൂട്ടുകാർ തന്നെയാണ്. ഇത് നാൻസി. ദിവസത്തിൽ നല്ലൊരു സമയം എക്സസൈസിനും ഡയറ്റിങ്ങിനുമായിട്ട് നീക്കിവെച്ചു. മീൻ തുടിച്ചേല് പോലെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന എൻ്റെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഒരു നല്ല മോഡലാവുക എന്നത് തന്നെയാണ്. ഇത് വിവേക്. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് വിവേക്. വീണടം വിഷ്ണുലോകം എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി. ഇത് മാനസം. കക്ഷിയുടെ രൂപത്തിൽ നിന്ന് തന്നെ സ്വഭാവം വ്യക്തമായി കാണുമല്ലോ. ജീവിക്കാൻ വേണ്ടി ആഹരിക്കുക എന്ന സാമാന്യ തത്വം മറന്ന് ആഹരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക എന്ന ഭക്ഷണപ്രിയരുടെ പൊതു തത്വത്തിൽ വിശ്വസിക്കാനാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം. ഇതാണ് നമ്മുടെ കഥാനായകൻ സഞ്ജയ്. കുട്ടികൾക്കെന്നും സഞ്ജയ് പ്രിയപ്പെട്ടവനാണ്. അവര് സഞ്ജയോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ നാളെ മുതൽ നിന്നെ ഈ ഏരിയ കണ്ടുപോകരുത്. പറഞ്ഞു കേട്ടല്ലോ. വാടാ വാ.
നിന്നെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിപ്പിച്ചത് ഇതിനായിരുന്നോടാ? കഷ്ടപ്പെട്ടോ ബുദ്ധിമുട്ടിയൊക്കെ ഞാനല്ലേ, അച്ഛനല്ലല്ലോ. മതി. എന്താടാ, എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ലേ. നീ ഏതെങ്കിലും ഒരു ചാനലിട്. ഒന്നിലൊരു സ്ഥിരതയില്ലാത്ത ഇവനോടാണോ നീ ഇതൊക്കെ പറയുന്നത്? എൻ്റെ അച്ഛ, എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. ഒന്ന് പറയമ്മേ. എന്റെ ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ എത്രയാ സമ്പാദിക്കുന്നത്? നീ ഇവിടെ ഉള്ളത് മുടിപ്പിക്കുന്നതല്ലാതെ 1 രൂപ സമ്പാദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ എന്നെ ജനിപ്പിച്ചത്? നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണമാണോ ഞാൻ? എടാ മതി, നിർത്ത. പറയട്ടെടി, അവൻ പറയട്ടെ. മക്കളെ വളർത്തുന്ന എല്ലാ അച്ഛനമ്മമാരും ഇതൊക്കെ കേൾക്കണം. അതല്ലാതെ എന്താണ് അതിന്റെ ഡിഗ്രി? കണ്ട ചട്ടും പുറത്ത് കയറി ചീട്ട് കളിച്ചും തേവടിച്ചു കിടത്തോളെ കൈയിട്ട് നടക്കുന്ന നിനക്ക് എവിടെയാണ് അന്തസ്? ആ നാൻസി, നിങ്ങൾ എവിടെയായിരുന്നു? നാളെയോ? ഒരു 9 മണിയാകുമ്പോഴത്തേക്കും കോഫി ഷോപ്പിലെത്താം. നമുക്ക് അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ? നീ പറയുന്ന കേക്ക്. സർ എന്താ വേണ്ടത്? കോഫി. മാഡം വേറെ സ്നാക്സ് എന്തെങ്കിലും? സ്നാക്സ് എന്താ ഉള്ളത്? സ്നാക്സ് ഒന്നും വേണ്ട, ഉള്ളി കോഫി. ഹായ്. കയ്യിൽ 10 പൈസയില്ല. ഒരു കോഫിയും കുടിച്ച് 2-3 മണിക്കൂർ ഇരിക്കാമെന്ന് ഓർത്ത് ഇങ്ങോട്ട് വരുന്നു. നിർത്ത്. കം ടു ദ പോയിന്റ്. യെസ്, വല്ലവരുടെയും കീഴിൽ ജോലി ചെയ്യാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. സോ നമ്മൾ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ പോകുന്നു. എന്ത് ബിസിനസ്? എന്തെങ്കിലും ബിസിനസ് നമ്മൾ ആലോചിക്കണം. വെറുതെ ആലോചിക്കാന്നല്ല, എന്താ കാര്യം? ആരുടെയില്ല പൈസ ഉള്ളത്? ഡാഡിയോട് പറഞ്ഞാൽ എന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചേക്കും. കല്യാണ സമയത്ത് എടുത്തു തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്റെ ഗോൾഡ് ഞാനും തരാം. ഉറപ്പ് തരാം, പക്ഷെ നീ ഒരു 25 വർഷം കഴിഞ്ഞാൽ കേട്ടാവും. നീ പോടാ. നിർത്തടാ. ഈ കോഫി കുടിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. താങ്ക് യു സർ. കോഫി കുടിച്ചപ്പോഴേ ഇത്രയും ബില്ല്. അപ്പോൾ നിന്നെ സ്നാക്സ് കൂടെ മേടിച്ചെങ്കിലോ? ഞങ്ങളുടെ റിസോർട്ടിന്റെ പുതിയ ഓഫറാണ്. ലക്കി ഡ്രോ ആണ്. വെറുതെ ഒന്ന് ഫില്ല് ചെയ്ത് തന്നാൽ മതി. ഫില്ല് ചെയ്ത് കൊടുക്കടേ. പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഫില്ലോട് ഫില്ല്. നമ്മൾ ആ റിസോർട്ടിൽ ചെന്ന് അടിച്ചു പൊളിക്കുന്നു. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ്. ഓക്കെ, ബൈ. കുഞ്ചു നെഞ്ചമാ കനവ് കാൺகிறே மனதில் எங்கள் மனதில் கோடி மலர்கள் பூக்கும் இடைகள் கனவு காண்கிறே.
നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടോ? അതിപ്പോ നീ ഏത് പെണ്ണിനെ കണ്ടാലും പറയുന്നതല്ലേ. ഏത് പെണ്ണിനെ കണ്ടാലും പറയില്ല, കാണാൻ കൊള്ളാന്നാണെങ്കിൽ മാത്രം. ഞാൻ ഏതായാലും പോയി മുട്ടാൻ പോവാ. നിക്കടാ, ഞാൻ വാടേ. എക്സ്ക്യൂസ് മീ, എവിടെയോ കണ്ടു മറന്ന പോലെ. ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. സോറി, ഞങ്ങൾക്ക് അങ്ങോട്ട്. ഇറ്റ്സ് ഓക്കെ, വറീഡ് ആവണ്ട. ഞാൻ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ജൂനിയറായി പഠിച്ചതാ. ഓ, ഓർമ്മ വന്നു. പേര് എന്റെ നാവിൻ തുമ്പിലുണ്ട്. നാവിൻ തുമ്പിലുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. അഞ്ജന. ഓ യെസ്, അഞ്ജന. വിവേക് എന്നല്ലേ പേര്? അതെ, ഇത് സഞ്ജയ്, ക്ലാസ്മേറ്റ് ആണ്. പക്ഷേ 10-35 വയസ്സുണ്ട്. ഇത് മാനസ, അത് നാൻസി. ഹായ്. അഞ്ജന എന്തായിരുന്നു? എന്റെ പ്രൊഫഷൻ മോഡലിംഗ്. ഇവളും മോഡലാകാൻ നടക്കുക. നടപ്പ് മാത്രമേ നടന്നുള്ളൂ, പക്ഷെ ഒന്നും ആകാൻ പറ്റിയില്ല. ട്രൈ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഐ ഹെൽപ്പ് യു. താങ്ക് യു. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ സത്യം പറഞ്ഞ ഒന്ന് റിഫ്രഷ് ആകാൻ വന്നതാ. അഞ്ജന റിഫ്രഷിംഗ് തന്നെ. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിൽ ഒരാൾ കൂടിയായി. അഞ്ജന, വെൽക്കം ടു അവർ ഗാങ്. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ പാരൻസ് ഒരു രക്ഷയില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ സഞ്ജയ്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടേതായ ശരികളാണ്. ഒരു ബിസിനസ്, അതിൻ്റെ റിസ്ക് ഒക്കെ ഓർത്തിട്ടാവും നിങ്ങളോട് അവരങ്ങനെ പറഞ്ഞത്. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ. ഈ റിസോർട്ട് വിൽക്കാൻ ഇതിൻ്റെ ഓണർക്ക് താല്പര്യമുണ്ട്. എൻ്റെ അറിവിൽ ഇതിപ്പോൾ പ്രോഫിറ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ചേർന്നത് വാങ്ങിയാൽ ഐ തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് ചോയ്സ്. നല്ലതുപോലെ മാനേജ് ചെയ്താൽ ഇപ്പം കിട്ടുന്നതിൻ്റെ ഡബിൾ പ്രോഫിറ്റ് കിട്ടും. ഞങ്ങളെ കൊണ്ട് നോക്കിയാൽ അതൊക്കെ നടക്കുമോ? തീർച്ചയായും നടക്കും സഞ്ജയ്. നിങ്ങൾ ഒരാളല്ല, 4 പേരുണ്ട്. എല്ലാവരും കൂടെ ശ്രമിച്ചാൽ നടക്കും. ശ്രമം ജെന്യുവൻ ആയാൽ മതി. ലാൻഡ് വാങ്ങുന്ന കാര്യം ആയതുകൊണ്ട് ഡാഡി സമ്മതിക്കും. എന്റെ ഗോൾഡ് എല്ലാം കൂടെ ഒരു 75 പവൻ വരും. അത് ഞാൻ തരാം. എന്നാലും ഇനിയും വേണമല്ലോ. ഞങ്ങൾ 2 പെണ്ണുങ്ങളും നോക്കിയിട്ട് ഇത്രയും നടന്നില്ലേ? ബാക്കി ഇനി നിങ്ങൾ 2 പേരും കൂടെ നോക്ക്. എന്റെ പേരിലുള്ള പ്രോപ്പർട്ടി വേണമെങ്കിൽ ബാങ്കിൽ വെക്കാം. റിസ്ക് ആണ്, അതാ പേടി. റിസ്ക് എടുക്കണം വിവേക്, എന്നാലേ സക്സസ് ആകൂ. സഞ്ജയ്ക്ക് എന്താ ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല, ക്യാഷ് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഓർത്താ. അതിനിപ്പോഴേ നീ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? ആദ്യം നീ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഓണറെ പോയി കണ്ടൊന്ന് സംസാരിക്കണം. ആളൊരു പാവോ, ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്ന ഒരു സാത്വികൻ. എന്താ അയാളുടെ പേര്? തമ്പി. എല്ലാവരും തമ്പി സാർ എന്ന് വിളിക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് മാഷേ വിശേഷങ്ങൾ? ഞങ്ങൾ വന്നത് സ്കൂൾ കെട്ടിടം നന്നാക്കാനുള്ള ഒരു ഫണ്ട്. അതെ, അറിയാം, മറന്നിട്ടില്ല മാഷേ. ഗോപി. ഓ ഗോപി, ആ പിന്നെ ആ സ്കൂളിന്റെ ആവശ്യത്തിന് വെച്ചിട്ടുള്ള ഫണ്ട് മാഷിനെടുത്ത് കൊടുത്തു. ശരി. സ്കൂളിന്റെയും കുട്ടികളുടെയും ഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാ? എന്ത് ഭാഗ്യം മാഷേ, നമ്മളെ കൊണ്ടാവുന്നൊക്കെ ചെയ്യുന്നു, അല്ലാതെ എന്തു പറയാനാ. ആ മാഷേ, ചോദിച്ചാലും കൂടുതലുണ്ട്. വളരെ സന്തോഷം. ഇറങ്ങട്ടെ. ഗോപി, അനാഥ മന്ദിരത്തിലേക്കുള്ള അരി എത്തിച്ചില്ല. ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്തോളാം. ഞങ്ങൾ തമ്പി സാറിനെ ഒന്ന് കാണാവുന്നതാ. വാ, കയറിയിരിക്കെ, ഞാൻ സാറിനെ വിളിക്കാം. ശരി.
സീരിയസ്. ഹലോ സാർ. ഹലോ, ഇരിക്കെ. താങ്ക് യു. സാറിന് റിസോർട്ട് വിൽക്കാൻ പ്ലാൻ ഉണ്ടെന്ന് അറിഞ്ഞു. അതെ, ഞങ്ങൾക്കതിൽ താല്പര്യമുണ്ട്. വിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. വിൽക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പണത്തിന് അത്രയേറെ ആവശ്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? വേറെ റിസോർട്ടുകൾ സ്വന്തമായിട്ടുണ്ടോ? അല്ല, റിസോർട്ട് നടത്തി പരിചയമുണ്ടെന്ന് അറിയാൻ ചോദിച്ചതാ. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. അതാ ഇങ്ങനൊരു ഡിസിഷൻ. നന്നായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാത്തൊരു ശീലമാണ്. വല്ലവരുടെയും കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുന്നതും അതുവഴി മറ്റൊരാൾക്ക് ജോലി നൽകുവാനും കഴിയും. നിങ്ങളുടെ തീരുമാനം എനിക്കിഷ്ടമായി. അഭിനന്ദനങ്ങൾ. ഗോപിയെ, ഞാനിവിടെ ഉണ്ട്. ആ, ഇവർ റിസോർട്ട് വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നവരാ. ആ, എനിക്കറിയാം ഇവരെ. പറഞ്ഞ പോലെ പേര് ചോദിച്ചില്ലല്ലോ. സോറി, സഞ്ജയ്. നാൻസി. വിവേക്. മാനസ. ഫൈൻ. കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഗോപിയായിട്ട് സംസാരിച്ചാൽ മതി. ആ ഗോപി, നീ കാര്യങ്ങൾ സംസാരിക്കും. വിലയിലൊരു തീരുമാനമായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. ശരി ശരി. നാല് പിള്ളേർ ചേർന്നുള്ള ബിസിനസ്, അതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല നിങ്ങൾക്ക്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അച്ഛാ. നിനക്ക് കോൺഫിഡൻസ് കാണും. പണം മുടക്കുന്നത് നീയല്ലല്ലോ, ഞാനല്ലേ. നിനക്ക് വേണ്ടി പണം മുടക്കുന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ല. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നീ ആദ്യം സ്വന്തമായൊരു ജോലി കണ്ടുപിടിക്കുക, അത്യാവശ്യം കാശ് സമ്പാദിക്കുക, എന്നിട്ട് നീ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുക. അപ്പം ഞാൻ നിന്നെ സഹായിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി എടുത്ത ഡിസിഷനാണ്. ഞാൻ പിന്മാറിയ പിന്നെ ഈ പ്രോജക്റ്റ് നടക്കില്ല. നടക്കണ്ട. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ നീ ഡിസിഷൻ എടുത്തത്. സോറി അച്ഛാ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എത്ര രൂപ വേണം നിന്റെ ബിസിനസ് തുടങ്ങാൻ? എത്രയാണെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്രയാണെന്ന് വെച്ചാൽ അച്ഛൻ ചെക്ക് എഴുതിയെടുത്തോളാൻ പറഞ്ഞു. സത്യം? സത്യം. അച്ഛൻ നല്ല മനസ്സോടെ തരുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം നിനക്കുള്ളതല്ലേ, അല്ലാതെ ആർക്ക് കൊടുക്കാനാ? ചെല്ലി അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങും. ഓ, താങ്ക് യു അമ്മ, താങ്ക് യു. അപ്പോൾ ഡീലായി. അങ്ങനെ റിസോർട്ടിൽ താമസിക്കാൻ വന്നവര് അതിന്റെ ഉടമസ്ഥരായെന്ന് ചുരുക്കം. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ മൊമെന്റാ ഇത്. അതെന്നും അങ്ങനെ തന്നെ ആവട്ടെ. അതെ, എല്ലാം ഒന്ന് ഓർഡർ ആകും വരെ ഗോപി നിങ്ങൾക്കൊരു സഹായമാവും. തീർച്ചയായും. താങ്ക് യു സർ. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. എടാ, ഇത് കാശ് കൊടുത്ത് മേടിച്ചാടാ, ഇങ്ങനെ ചീറ്റിച്ച് കളയാതെ. ഒന്ന് പോടാ അവിടെ നിന്ന്. നമ്മളിപ്പോ പഴയ ആപ്പൊന്നും അല്ല, റിസോർട്ടിന്റെ ഓണേഴ്സ് ആടാ, ഓണേഴ്സ്. എല്ലാത്തിനും നന്ദി പറയേണ്ടത് അഞ്ജനയോടാണ്. താങ്ക് യു അഞ്ജന, താങ്ക്സ് എല്ലോ. വെള്ളം ഒടിച്ച് വെറുതെ ബോറാക്കലടാ, മര്യാദക്കിരിക്കും. എന്നാ പിന്നെ വെള്ളം അടിച്ചിട്ട് വല്ല യോഗയോ ധ്യാനത്തിനോ പോകാം. ലെറ്റ്സ് സെലിബ്രേറ്റ്. ഒന്ന് പോരാ. അഞ്ജന, എനിക്ക് സ്ലിം ആവണം. എന്താ മാർഗം? റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ മതി, കുറഞ്ഞോളും. അതിവള് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ എക്സസൈസ് വായിക്കാണെന്ന് മാത്രം. അയ്യോ, ഇതേ പറഞ്ഞു തീർന്നില്ല. കഴിച്ചോ. നമുക്ക് ഈ റിസോർട്ടിന് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി കൊടുക്കണം. യെസ്, വന്ന് കാണുന്നവർക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണം. ശരിയാ, നമ്മുടെ ഡ്രീംസ് ഒക്കെ ഒരു റിയാലിറ്റിയിലിട്ടെത്തുന്ന ടൈമിലാണ് നമ്മളിപ്പോ. ഏതായാലും നമ്മുടെ റിസോർട്ടിന്
നമ്മുടേതായ ഒരു ടച്ച് ഉണ്ടാക്കിയെടുക്കുന്നു. എഗ്രീഡ്? അഗ്രീഡ്. ഇവിടെ നമുക്കൊരു കൽമണ്ഡപം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? ദാറ്റ്സ് ഗുഡ്. ജസ്റ്റ് 4 പില്ലേഴ്സ്. റൂഫില്ലെങ്കിലും കുഴപ്പമില്ല. ശരിയാ, നമുക്ക് ഫ്യൂഷൻ മ്യൂസിക് ഒക്കെ നടത്താം. വൈ നോട്ട്? അത് മാത്രമല്ല, മറ്റൊരു റിസോർട്ടിനും ഇല്ലാത്ത ഡിഫറെന്റ് സ്പെഷ്യാലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കണം. മറ്റാരും കൊടുക്കാത്ത വെറൈറ്റീസും സർവീസസും നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. കാലക്കീടാ, ഞാൻ വിചാരിച്ച ആ കൽമണ്ഡലത്തിന്റെ സൈഡിൽ ഒരു തട്ടുകട തുടങ്ങാൻ നീ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടച്ച് ഇവിടെ നിന്നാവട്ടെ. ഫൈനമ്മ, അവിടെ എന്തുണ്ട് വിശേഷം? ഡാഡി ഇല്ലേ അവിടെ? നിങ്ങളോട് ആരോടെ കുഴിക്കാൻ പറഞ്ഞ? എന്താ എന്താ പ്രശ്നം? നിങ്ങൾ ചോദിക്കാതെ പറയാതെ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഓരോരോ പ്രശ്നങ്ങള്. എന്താ എന്താ ഉണ്ടായത്? ആ ബംഗാളി പേനെ പാമ്പ് കടിച്ചു. നിങ്ങൾ നമ്മളെക്കാലം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, എന്നാലും പറയുക വാസ്തു സ്ഥാനം അങ്ങനെ ചിലതുണ്ട്. നിങ്ങൾ ഇനി ആ കുഴി ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ ആ കുഴി മൂടാൻ പോവാ. നമ്മുടെ സ്ഥലത്ത് കുഴിക്കാൻ പറ്റില്ല എന്ന് പറയാൻ അയാൾക്ക് എന്താ അധികാരം? അതെ, അയാൾ ആ കുഴി മൂടുന്നൊന്ന് കാണണമല്ലോ. മാത്രമല്ല, ആ ബംഗാളി ലാഷ് ലാഷ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ലാഷ് എന്ന വാക്കിനർത്ഥം ഡെഡ് ബോഡി എന്നാ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഗോപി കുഴി മൂടുന്നല്ലേ പറഞ്ഞത്? അവൻ മൂടട്ടെ, നമുക്ക് നോക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വെയിറ്റ് ആൻഡ് സീ. സഞ്ജയ്, എനിക്ക് പേടിയാവുന്നു. എന്നാലും ഗോപിയാള് കൊള്ളാലോ. നിങ്ങൾ പേടിക്കണ്ട, ഗോപിയെ കൊണ്ടത് അവിടെ നിന്ന് മാറ്റിപ്പിച്ചത് ഞാൻ തന്നെയാണ്. നാളെ അത് മറ്റാരെങ്കിലും കണ്ടെത്തിയാൽ ആർക്കാ പ്രശ്നം? ഞാൻ ആ സ്ഥലം വാങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വല്ല മരണമായിരിക്കും അത്. അതിൻ്റെ പുറകിൽ നിങ്ങൾ തൂങ്ങേണ്ടി വന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളാണെങ്കിൽ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതല്ല സർ, നാളെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അതുണ്ടാകാതിരിക്കാനല്ലേ ഞാനത് ചെയ്തത്. അതല്ല സാർ, ബാക്കിയുള്ള 2 ഫ്രണ്ട്സ് ആകെ ഭയന്നിരിക്കുക. നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ ഇതുപോലെ പലതും മൂടപ്പെട്ട് കിടപ്പുണ്ടാവും. നമ്മളായിട്ട് അത് കുത്തിപ്പൊക്കി നാശം വരുത്തുകയാണെങ്കിൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ. നിങ്ങൾ പേടിക്കാതെ ചെല്ലേ. ഇനി അതല്ല, എല്ലാം ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ അങ്ങനെ പണം എപ്പോൾ വേണമെങ്കിലും ഞാൻ തന്നേക്കാം, പോരെ? ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ ഞങ്ങളാകെ ഡെസ്പായി. ഏതായാലും ഞങ്ങൾ ആലോചിച്ച് മറുപടി പറയാം. മതി.
സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ചെറുപ്പമല്ലേ, എല്ലാത്തിനും ധൈര്യമായിട്ട് ഫേസ് ചെയ്യും. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ. എന്നാലും ഇത് ആരുടെ സ്കെൽറ്റൻ ആയിരിക്കും? ഇനി നമ്മളെ ട്രാപ്പിലാക്കാൻ അവർ മനഃപൂർവ്വം ചെയ്താവോ? അതിന് നമ്മളും അവരും തമ്മിൽ യാതൊരു ഇഷ്യൂ ഇല്ലല്ലോ. എടാ, നമ്മളിത് അവർക്ക് തന്നെ വിറ്റിട്ട് പോകാനുള്ള സൂത്രം വല്ലതാണോ? പിന്നെ അവരെന്തിനാ നമുക്ക് വിറ്റത്? യെസ്, നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ തന്നെ നമ്മൾ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ, ഒന്നും പേടിക്കാനില്ല. ശരിയാ, നമ്മുടെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണം. സോ നമ്മൾ മുൻപോട്ട് പോകുന്നു. അഞ്ജനയ്ക്ക് മോഡലിംഗ് പണ്ട് മുതലേ ക്രേസ് ആയിരുന്നു. അതെ, എന്റെ പാഷനാണ്. അഞ്ജന ശരിക്കും ലക്കിയാണ് കേട്ടോ. ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയല്ലോ. നിങ്ങളും ഇപ്പൊ ഇഷ്ടമുള്ള കാര്യല്ലേ ചെയ്യുന്നത്? അതെ, പക്ഷെ അതിന്റെ പിന്നിൽ അഞ്ജനയും ഉണ്ടല്ലോ. ഞാനോ? അഞ്ജനയല്ലേ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നത്. അഞ്ജനയില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. ഓ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അഞ്ജന, അഞ്ജന, ഇതിന്റെ ഇടയ്ക്ക് ഇവളെവിടെ പോയി? ഇതിനകത്തെങ്ങും ഒന്നുമില്ല. ഞാൻ കിടക്കാൻ പോവാ, എനിക്ക് ബോറടിക്കുന്നു. കളഞ്ഞിട്ട് വാടക. എന്നാ ഞാനും പോയി കിടക്കാൻ നോക്കാം. എന്നാ പിന്നെ കിടക്കാം. ഹലോ അഞ്ജന, ഞങ്ങളിവിടെ റിസോർട്ടിൽ തന്നെയുണ്ട്. അഞ്ജന, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച് അഞ്ജന. എന്താ നാൻസി? ഗുഡ് ന്യൂസ്. ഈ വരുന്ന മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ഫാഷൻ കോമ്പറ്റീഷനിൽ ഈ നാൻസിയും റാമ്പിലിറങ്ങുന്നു. ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. നിനക്കിപ്പോ സന്തോഷമായല്ലോ. അഞ്ജനയുള്ളോണ്ട് നടന്നു. അത് ശരിയാ, അഞ്ജന നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സഞ്ജയ്, look at this. എന്താടാ അഞ്ജന? ഇതെങ്ങനെ ഇതിൽ വന്നു? നീ ബാക്കി ഫോട്ടോസ് കൂടി നോക്കി. നമുക്ക് ഈ കാര്യം അഞ്ജനയോട് പറയണ്ടേ? വെയിറ്റ്, പറയാൻ വരട്ടെ. നീ ഒന്ന് സൂം ചെയ്തേ. ജോഷി കുര്യൻ ഫാഷൻ ഫോട്ടോ. മൊത്തത്തിൽ ഈ ഗെയിമിന്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ. ആര്? ഇത് നമ്മൾ രണ്ടാളും കളിക്കുന്ന ഗെയിം, അല്ലാതെ എന്തുവാ? അതല്ലടാ, നമ്മളെ ആരോ ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ റിസോർട്ട് വാങ്ങിപ്പിച്ചതാണെന്നൊരു തോന്നൽ. ആ അസ്ഥികൂടം കിട്ടുന്നു, അതിന് തമ്പി പറയുന്ന മറുപടി
ഇടയ്ക്കൊരു ക്യാമറ, എല്ലാം കൂടി ആകെ കൺഫ്യൂഷനാവും. നീ വെറുതെ ഒരുമാതിരി എന്നെയും കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാം. നീ ഒന്ന് കളിച്ചു. ഇത് വിക്ടർ എടുത്ത ഫോട്ടോസ് ആണല്ലോ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്ക് ഈ മെമ്മറി കാർഡ് യാദൃശികമായി വഴി കിടന്ന് കിട്ടിയതാ. ഈ വിക്ടർ എന്ന് പറയുന്ന ആൾ എൻ്റെ പ്രിയ ശിഷ്യൻ, ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടായിരുന്നവൻ. ഹീസ് മിസ്സിംഗ്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ എന്ന് യാതൊരു പിടിയുമില്ല. വിക്ടറിനെ കാണാതായ അന്ന് തൊട്ട് അഞ്ജനയും മിസ്സിംഗ് ആണ്. ഈ വിക്ടറും അഞ്ജനയും തമ്മിൽ? അഞ്ജനയ്ക്ക് 2 പാഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മോഡലിംഗ്, പിന്നെ വിക്ടർ. അവനും അതുപോലെ തന്നെയായിരുന്നു. ഫോട്ടോഗ്രാഫിയാണോ അഞ്ജനയാണോ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ടുമെന്ന് ഉത്തരം പറയുന്നവൻ. ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർക്ക് മോഡലിനോട് തോന്നുന്ന ഒരു ഭ്രമമായിരുന്നില്ല വിക്ടറിന് അഞ്ജനയോടുണ്ടായിരുന്നത്. They love each other deeply and madly. നമ്മളോട് ഇത്രമാത്രം അടുത്തിട്ടും അഞ്ജന എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ചത്? റിസോർട്ടിൽ കണ്ട അസ്ഥികൂടം ഇനി വിക്ടറിൻ്റെ ആയിരിക്കുമോ? ഈ വിക്ടറിനെ കാണാതായ ശേഷം അഞ്ജനയും മിസ്സിംഗ് ആണ്. ഒരുപക്ഷെ നീ പറഞ്ഞു വരുന്നത് അഞ്ജന വിക്ടറിനെ ആയിക്കൂടുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് അവൾ നമ്മുടെ കൂടെ കൂടിയത്? ചിലപ്പോൾ നമ്മളെ ട്രാപ്പിലാക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഗോപി അവളുടെ ആളായിരിക്കും. നമുക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. നീ വാ. മാനസ, മാനസ, നാൻസി എവിടെ? അഞ്ജന വിളിച്ചായിരുന്നു. നാൻസിയോട് അത്യാവശ്യമായിട്ട് ഫാഷൻ ഷോയ്ക്ക് അല്ലെന്ന് പറഞ്ഞ് അവള് പോയി. നിങ്ങൾ വന്നിട്ട് ഒരുമിച്ച് ഇറങ്ങിയാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു. വിവേക്, ഇതിലെന്തോ പ്രശ്നമുണ്ട്. നമുക്ക് ആ ഗോപി എത്ര വേഗം പൊക്കണം. നീ വാ. നീ ഡോർ ലോക്ക് ചെയ്തേക്ക്. എടാ, എന്ത് പ്രോബ്ലം? പറയാം. I want to congratulate the 10 contestants for making it this far. In my eyes, all of you are winners. Having said that, my question to you, Nancy, is how would you change the world if you were to play God for a day? Well, this is a very tricky one, but if I were to play God for a day, I would act to uplift the emotions and sentiment of the mankind. And I believe that change would follow itself. Thank you so much. Thank you. Thank you very much, Nancy. നീ അങ്ങോട്ട് ചവിട്ടി കിടന്നു. പെട്ടെന്ന് ഇറങ്ങടാ. വാ ഗോപി, വണ്ടി കയറി. എന്തിനാ കേറ വണ്ടിയിൽ. വിടാനോ? കേറും.
എത്താവുള്ള തിരക്ക് കൂട്ടല്ലേ. ഓ ഹലോ സർ. ഹലോ വിക്ടർ, ഇത് തമ്പി സർ. ഞാൻ പറയാറില്ലേ, Hi. ഫാഷൻ ഡിസൈനർ. ഹലോ ഇത് എന്റെ ഫ്രണ്ട് വിക്ടർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണ്. ദാറ്റ്സ് ഗുഡ്. സർ, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുമ്പോ ഇഫ് യു ക്യാൻ പ്ലീസ് ഹെൽപ്പ് മീ. തീർച്ചയായും അഞ്ജന. താങ്ക് യു സർ. യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, സീ യു. ബൈ. ബൈ. എന്നാ വിട്ടേക്കാം. പോവാം. Everybody hands up, hey, hands up, everybody hands up, hands up, everybody hands up, hey, hands up, ശരിക്കും പറഞ്ഞ സാറിനോട് എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇറ്റ്സ് ഓക്കെ. എന്നെ പോലൊരു തുടക്കക്കാരിക്ക് സാറിനെ പോലൊരു ഡിസൈനർ അവസരം തരാന്നൊക്കെ പറഞ്ഞ താങ്ക്സ് എ ലോട്ട് സർ. തനിക്ക് കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ അവസരം തന്നത്. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ ഫിഗർ, പിന്നെ യുവർ മെഷർമെന്റ്സ്. യു ആർ എ പ്രോമിസിംഗ് മോഡൽ അഞ്ജന. താങ്ക് യു സർ. പിന്നെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ അഞ്ജനയ്ക്ക് അറിയാലോ, കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്താലേ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റൂ. What do you mean, sir? Sir, എനിക്ക് ഇറങ്ങണം. Stop the car. Stop. Stop the car, please, sir. Sir, please, stop the car. ഫോൺ എടുക്കുന്നില്ല. വിവേക്, നീ അവക്കൊരു മെസ്സേജ് അയക്കും. ഇങ്ങനൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാറാണ് ഫാഷൻ ഡിസൈനർ തമ്പിയെന്ന് അറിഞ്ഞപ്പോ ഐ എം റിയലി എക്സൈറ്റഡ്. ഓ, എന്നെ മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. നല്ല ആറ്റിറ്റ്യൂഡ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തിരിക്കാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നാൻസി കൂടി വന്നാൽ എനിക്കൊരു കമ്പനി ആവും. ഷുവർ സർ. ബട്ട് സാർ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് വരാം. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ നാൻസി, ഞാൻ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ.
യുവർ മെഷേഴ്സ് നാൻസി. യു ആർ എ പ്രോമിസിംഗ് മോഡൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നാൻസിക്ക് അറിയാലോ, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്താലേ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റൂ. സർ, വാട്ട് യു മീൻ? You are very cute, Nancy. Sir, please stop the car. Stop the car. Stop the car. Sir, എനിക്ക് ഇവിടെ ഇറങ്ങണം. Sir, please stop. Please stop the car. Sir, വണ്ടി എടുത്തു, please. Please stop the car, please. Please stop the car. Please, sir. Please stop the car. Please stop the car. Cheat me. Sir, please stop. Robi! Robi! അനുഭവിച്ചു തീർത്ത പ്രശ്നങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കളികളും ആഘോഷങ്ങളും ഒക്കെ മതിയാക്കി സഞ്ജയ് ഒരു തീരുമാനമെടുത്തു. കുടുംബത്തിനു വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും മണലാരണ്യത്തിലേക്ക്. Yeah. Come on. Just check her out, baby. നിൻമിഴികളിൽ എന്നെ കണ്ടു ഞാൻ, നിറനിലമിഴികളിൽ എന്നെ കണ്ടു ഞാൻ. Yo,
I know a lot of y'all wouldn't expect it. Oh, that CD speed is way above hectic. I've been elected, so yo, best sit on your ass real fast, cause I'm shocking like electric. I don't know how much I love you, can't live without you. I can't live without you. Oh, I can live without you. Yo, I know a lot of y'all wouldn't expect it. Oh, that CD speed is way above hectic. I've been elected, so yo, best sit on your ass real fast, cause I'm shocking like electric. I don't know how much I love you, can't live without you. I can't live without you.